ഈ ഷിബിയേച്ചിയാ പറയുന്ന മോനെ, നമുക്ക് ഈ കല്യാണം വേണ്ട. ആ പെണ്ണിനെ കുറിച്ച് എനിക്ക് സകലതും അറിയാം. നീ ആ പെണ്ണിനെ അങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് തീർന്നു. പിന്നെ ഷിബിയേച്ചി ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ട് എന്താ എന്നോട് നേരത്തെ പറയാഞ്ഞെന്ന് മാത്രം ചോദിക്കറ. ആ നമുക്ക് ആ കല്യാണം വേണ്ട വേണ്ട, അതാ നല്ല. ശരി, ഒരു കല്യാണം കൂടെ മുടക്കിയ എന്താ ഒരു ആശ്വാസം. ഇതിനും വല്ല ജൂറി പുരസ്കാരം വല്ലത് ഏർപ്പാടാക്കണം. മാളുമല്ലേ അത്, കൂടിയതൊരു ചെക്കേ. ഇന്ന് കുടുംബശ്രീ പറയാനൊരു ന്യൂസായി. ഹലോ ഹലോ, വടക്കേല മാളും ഇല്ലേ ഒരു ചെക്കൻ്റെ കൂടെ. അതങ്ങനെ തന്നെ പറഞ്ഞു. ഹാ മോളെ അഞ്ജു, അമ്മായി. ആ മോളെ, കഴിഞ്ഞ ആഴ്ച വന്ന കല്യാണം എന്തായി? മുടങ്ങിയല്ലേ? എന്നാലും എൻ്റെ മോളെ വേണ്ടാന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ ആരാന്ന്? അതും ഈ തങ്കം പോലത്തെ മോളാ. ഇത് മനഃപൂർവ്വം ആരോ മുടക്കുന്നതാണ്. ആ അമ്മായി, അതെന്നെ എനിക്കും തോന്നുന്നു. പക്ഷെ ഇനി അത് നടക്കൂല. അതെന്താ? അമ്മായിയുടെ മോൻ അപ്പേട്ടനില്ലേ, അപ്പേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതാവുമ്പോൾ പുറത്തുനിന്നാരും മുടക്കാനുണ്ടാവില്ലല്ലോ. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല, പക്ഷെ ആലോചിച്ച് നോക്കിയപ്പോൾ ഇത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പേട്ടനാകുമ്പോൾ പിന്നെ സ്ത്രീധനൊന്നും വാങ്ങിക്കില്ലല്ലോ. അമ്മായി ആയതുകൊണ്ട് എന്നോട് അമ്മായിയമ്മ പോലും കാണിക്കൂല. നമുക്കിത് നടത്താം അമ്മായി. അത് ശരിയാവില്ല. അല്ല, അവനൊരു പൊട്ടനാ മോളെ. പിന്നെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവില്ല. ഓ, അതൊക്കെ ഓരോ അന്ധവിശ്വാസം അമ്മായി. മോള് മറുപടിയൊന്നും കൊടുക്കില്ലേ? എൻ്റെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വെറും മണ്ടനാ. ഞാൻ നോക്കിയിട്ട് അപ്പോട്ടിന് കുറവൊന്നും കാണുന്നില്ല. പിന്നെ നല്ല ജോലിയുണ്ട്. പിന്നെന്താ? അയ്യേ, നല്ല ജോലിയാ മോനാ? നല്ല ജോലിയൊന്നല്ല, എൻ്റെ സ്ഥിരാന്നൊന്നും ഉറപ്പൊന്നുമില്ല. എൻ്റെ മോളെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് വേണ്ട മോളെ. ആണല്ലേ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇന്നൊരു കൂട്ടർ എൻ്റെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അത് നടന്നിട്ടില്ലെങ്കിൽ ഞാൻ അപ്പോട്ടിനോട് യെസ് പറയും. അത് നടക്കും. ഈ അമ്മായി നടത്തി തരും. എന്ത് വില കൊടുത്തും നടത്തി തരും. ഈ അമ്മായിയെ പറയുന്നു. ശരി എന്നാ കേട്ടാ. ശരി അമ്മായി. പിന്നെ സ്ത്രീധനം കൊണ്ട് എൻ്റെ താങ്കം പോലത്തെ ചെക്കനെ ഞാൻ നിനക്ക് കെട്ടിച്ചേരാം. എന്ത് കുതന്ത്രെടുത്തു, ഈ കല്യാണം ഞാൻ നടത്തും. ഹലോ അച്ഛാ, അവരോട് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞേക്കും. അമ്മായി എൻ്റെ ചൂണ്ടേ കുരുങ്ങിയിട്ടുണ്ട്.